നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. കലാസംവിധാന രംഗത്ത് മികവ് തെളിയിച്ച, നിരവധി സിനിമകളിൽ മികവ് തെളിയിച്ച കഴിവുള്ളൊരു കലാകാരൻ കൂടി യാത്ര പറഞ്ഞു. 78 വയസ്സായി. ജീവിതത്തിലെ സുഖദുഃഖങ്ങളും പേരും പ്രശസ്തിയും എല്ലാം കിട്ടിക്കഴിഞ്ഞ മനുഷ്യനാണെങ്കിൽ പോലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വലിയ മനുഷ്യൻ യാത്ര പറയുമ്പോൾ ഒരു ചെറിയ വിഷമം തോന്നും നമുക്ക്. മക്കട ദേവദാസ് പി പത്മരാജൻ്റെ പ്രിയപ്പെട്ട കലാസംവിധായകനായിരുന്നു. തുടക്കകാലത്ത് പി പത്മരാജ് ചെയ്ത സിനിമകളുടെയൊക്കെ കലാസംവിധായകനായിരുന്നു. കള്ളംപൗത്രനും തിങ്കളാഴ്ച നല്ല ദിവസവും പത്മരാജ സാറിൻ്റെ പടമാണല്ലോ, അതെല്ലാം ചെയ്തത് അദ്ദേഹമായിരുന്നു. കള്ളംപൗത്രൻ ഇപ്പോഴും എനിക്ക് വലിയ മനസ്സിൽ തന്നെ നിൽക്കുന്ന ഒരു സിനിമയാണ്. അതിലെ അടൂർബാസി നടത്തുന്ന വെങ്കലപാത്രക്കടയുടെ ഗോഡൗണിലേക്ക് പവിത്രൻ പാത്രം തിരക്കി പോകുന്ന ഒരു രംഗമുണ്ടല്ലോ. ഈ പിത്തളയിലുള്ള പാത്ര കൂമ്പാരത്തിനിടയിലൂടെ പാമ്പഴഞ്ഞു പോകുന്നതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നതാണ്. മക്കടെയായിരുന്നു അതൊക്കെ സെറ്റ് റെഡിയാക്കിയത്. പി ചന്ദ്രകുമാറിൻ്റെ നീയോ ഞാനോ, കാവൽ മാടം, ഉയരിഞ്ഞാൻ നാടാകെ തുടങ്ങി 10-60 സിനിമകളുടെ കലാസംവിധാനം നിർവഹിച്ച ആളായിരുന്നു മക്കട ദേവദാസ്. പി പത്മരാജൻ, ഹരിഹരൻ, കെ പി കുമാരൻ, ഹരികുമാർ, ഷാജി കൈലാസ്, ടി എസ് സുരേഷ് ബാബു, പി ജി വിശ്വംഭരൻ, പി ചന്ദ്രകുമാർ തുടങ്ങി മലയാളത്തിലെ പ്രധാനപ്പെട്ട സംവിധായകരുടെയൊക്കെ ഒരു കാലത്തെ കലാസംവിധായകനായിരുന്നു മക്കട ദേവദാസ്. കോഴിക്കോട് ചെറുകുളം സ്വദേശിയാണ്. സുൽത്താൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടെലിസിനിമയോ സീരിയലല്ല ടെലിസിനിമയിലൂടെ സംസ്ഥാന ടെലിവിഷൻ അവാർഡ് നേടി. 300-ലധികം സിനിമകൾക്ക് ഇദ്ദേഹം ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഒരു സിനിമയുടെ പേര് കാണുന്ന ടൈറ്റിൽ 300ഓളം സിനിമകൾക്ക് ഇദ്ദേഹമാണ് എഴുതിയത്. കോഴിക്കോട്ട് നിന്ന് സിനിമാക്കാരനാകാനായിട്ട് ചെന്നൈയിലേക്ക് വണ്ടി കയറി. അവിടെ ചെന്ന് ആദ്യം പരിചയപ്പെട്ടത് പി എൻ മേനോനായിരുന്നു. വരയ്ക്കുന്ന അസുഖമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു പേപ്പറും പേനയും എടുത്തിട്ട് കൊടുത്തിട്ട് ഒരു ടൈറ്റിൽ എഴുതാൻ പറഞ്ഞു. മക്കട ദേവദാസ് എഴുതി. മേനോന് ഇഷ്ടമായി. അപ്പോൾ തന്നെ പി എൻ മേനോൻ്റെ ശിഷ്യനായി അവിടെ ചേക്കേറി. അവിടെ നിന്നാണ് പിന്നെ കലാസംവിധായകനും പെയിൻറ്ററും ഒക്കെ ആയിട്ട് അദ്ദേഹം മാറിയത്. അനശ്വര കലാകാരന് മക്കട ദേവദാസിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമസ്കാരം. ഞാൻ വെറുതെ പറയുകയല്ല, ഒരുപാട് സന്തോഷമുണ്ട് ഈ പ്രോഗ്രാം, ഈ എപ്പിസോഡ് ചെയ്യുമ്പോൾ. അർഹിക്കുന്ന കരങ്ങളിലേക്ക് സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യൻ സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം. ഇത് ചിത്രീകരിക്കുന്നതിന് അല്പം മുമ്പാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ എന്നെല്ലാവരും വിളിക്കുന്ന മോഹൻലാൽ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. 55ാമത് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നമ്മുടെ അഭിമാനമായ മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നൽകിയിരിക്കുന്നു. ഇനി ലഭിച്ചു എന്ന് പറയണ്ടല്ലോ, രാഷ്ട്രപതി മുർമു നൽകിയിരിക്കുന്നു. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ചിത്രത്തിൻ്റെ സൃഷ്ടാവിൻ്റെ പേരിൽ സിനിമയുടെ സമഗ്രമായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് വർഷാവർഷവും നൽകുന്ന വലിയ പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഫാൽക്കെയുടെ ജന്മശതാബ്ദിയിൽ 1969 ഫാൽക്കെ അവാർഡ് നൽകി തുടങ്ങിയത്. ആദ്യ പുരസ്കാരം നേടിയത് ദേവിക റാണി എന്ന് പറഞ്ഞ ഒരു കാലത്തെ ഇന്ത്യൻ സിനിമയിലെ വലിയ നായികയായിരുന്നു. ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ടു ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ സിനിമ എന്നാണ് ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിനെ കുറിച്ച് പറയുന്നത്. 10 ലക്ഷം രൂപയും സ്വർണ്ണ താമരയും ഒരു ഷാളുമാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവിന് ലഭിക്കുന്നത്. വെറും ഒരു നടൻ മാത്രമായ മിഥുൻ ചക്രവർത്തിക്കും ഗാനരംഗത്ത് മാത്രം ഒതുങ്ങി നിന്ന ഭൂപേന്ദു ഹസാരികയ്ക്കും അടക്കം സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ അവാർഡ് നൽകിയ ചരിത്രമാണ് ഇന്ത്യയിലുള്ളത്. സമഗ്ര സംഭാവന എന്ന് പറഞ്ഞാൽ സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചതിനാണല്ലോ. പക്ഷേ ഞാൻ കേൾക്കുന്നു ഈ മിഥുൻ ചക്രവർത്തി മൃഗയ എന്ന് പറഞ്ഞ മൃണാൾ സെൻ്റെ സിനിമ മാറ്റി നിർത്തിയാൽ ഒരു ആക്ഷൻ ഹീറോ, ഡിസ്കോ ഡാൻസൊക്കെ പറഞ്ഞ സിനിമകളിലൊക്കെ ആക്ഷൻ ഹീറോയിട്ട് അഭിനയിച്ച ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മികച്ച സമഗ്ര സംഭാവനയ്ക്ക് നൽകി. അതുപോലെ തന്നെ ഭൂപേന്ദു ഹസാരിക
അദ്ദേഹം ഒരു സംഗീത രംഗത്ത് മാത്രം ഒതുങ്ങി നിന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തെ പോലുള്ളവർക്കും കിട്ടിയിട്ടുണ്ട്. 55 തവണ ഈ പുരസ്കാരം ഇന്ത്യൻ സർക്കാർ നൽകിയപ്പോൾ 14 തവണ മാത്രമാണ് കേരളത്തിലല്ല ദക്ഷിണേന്ത്യയിൽ ഉള്ള ആൾക്കാർക്ക് കിട്ടിയത്. ബാക്കി മുഴുവൻ കിട്ടിയത് ഏതാണ്ട് 41 പ്രാവശ്യവും കിട്ടിയത് വടക്കേ ഇന്ത്യൻ ഗോസായിമാർക്ക് മാത്രമാണ്. ബൊമ്മി റെഡ്ഡി, നരസിംഹ റെഡ്ഡി, നാഗി റെഡ്ഡി, നാഗേശ്വർ റാവു, രാജ്കുമാർ, ശിവാജി ഗണേശൻ, രാമനായിഡു, വി കെ മൂർത്തി, കെ ബാലചന്ദർ, കെ വിശ്വനാഥ്, എൽ വി പ്രസാദ്, അടൂർ ഗോപാലകൃഷ്ണൻ, രജനീകാന്ത്, മോഹൻലാൽ, ഇങ്ങനെ 14 പേർക്കാണ് ഈ അവാർഡ് ഇതുവരെ ദക്ഷിണേന്ത്യയിൽ കിട്ടിയിട്ടുള്ളത്. അതിലെനിക്ക് തോന്നുന്നു വി കെ മൂർത്തി ക്യാമറമാനാണ്. വിനോദ് ഖന്നയും അമിതാഭ് ബച്ചനും മിഥുൻ ചക്രവർത്തിയുമൊക്കെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയവരുമാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ഇവർ സിനിമയ്ക്ക് നൽകിയത് എന്താണ് എന്നത് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല. ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവലിനോട് തന്നെ ഈ കാര്യം നമ്മൾ ചോദിക്കണം. ഈ പറയുന്ന വിനോദ് ഖന്ന, ഈ പറയുന്ന മിഥുൻ ചക്രവർത്തി, അമിതാഭ് ബച്ചനും അഭിനയമല്ലാതെ 1-2 പടങ്ങളിൽ പാടുകയും ചെയ്തതല്ലാതെ അദ്ദേഹത്തിന് സൂപ്പർ സ്റ്റാറുകളായിരുന്നു ഇവരെല്ലാം. അപ്പോൾ സൂപ്പർ സ്റ്റാറുകൾക്ക് കൊടുക്കാനുള്ളതാണോ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിനുള്ള അവാർഡ് എന്ന് ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റിനോട് തന്നെ ചോദിക്കണം. കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ്, നൃത്ത സംവിധായകൻ, ഗായകൻ, ഗാനരചയിതാവ് തുടങ്ങി സിനിമയുടെ സകലമാന മേഖലയിൽ തൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരു മനുഷ്യൻ 1960 6-ാം വയസ്സിൽ ക്യാമറയ്ക്ക് മുന്നിൽ തുടക്കമിട്ട് 71-ാം വയസ്സിലും, അതായത് കഴിഞ്ഞ 65 വർഷമായി ഇടതടവില്ലാതെ ഒരു ഗ്യാപ്പ് പോലും എടുക്കാതെ സിനിമയിൽ സജീവമായ ഒരു സിനിമാക്കാരൻ വർത്തമാനകാല ഇന്ത്യൻ സിനിമയിലുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണും ആളിനെ. കമൽ ഹാസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഫാൽക്കെ അവാർഡ് നിർണ്ണയിക്കുന്നത് ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽ ആണെങ്കിൽ ഇവരെ എന്നേ പിരിച്ചുവിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കമൽ ഹാസനെ പോലെ ഒരാളിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുക്കാത്ത ഈ ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റ് സത്യത്തിൽ പിരിച്ചുവിടേണ്ടതാണ് എന്നാണ് എൻ്റെ പക്ഷം. കമൽഹാസന് നൽകാത്ത ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് രജനീകാന്തിന് നൽകുമ്പോൾ ഈ ദേശീയ പുരസ്കാരത്തിൻ്റെ മാനം നഷ്ടപ്പെടുകയായിരുന്നു എന്ന് ഞാൻ പറയും. കാരണം രജനീകാന്ത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് പുതിയ പാർട്ടി ഉണ്ടാക്കിയാൽ ഞങ്ങളെ കൂടെ നിൽക്കണം, ഇല്ല എങ്കിൽ പാർട്ടി ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഞങ്ങളെ കൂടെ നിൽക്കണം എന്നുള്ളതിനൊരു പ്രത്യുപകാരമായിട്ട് കൊടുത്തതാണ്. രജനീകാന്തിന് ആർക്ക് വേണം ഓർ ബി നിങ്ങൾ കൊടുത്തോളൂ. പക്ഷേ തമിഴ് സിനിമ, നമ്മൾ മറ്റ് ഭാഷകളൊക്കെ വിടാം, തമിഴ് സിനിമയിൽ കമൽഹാസനെ പോലെ 6-ാം വയസ്സിൽ അഭിനയം തുടങ്ങിയ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ഇതുവരെ അദ്ദേഹത്തെ ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് എന്താ പറയുക നിശ്ചയിക്കാതെ രജനീകാന്തിനെ പോലുള്ള രാഷ്ട്രീയം കളിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവസരവാദ രാഷ്ട്രീയം കളിക്കുന്നവർക്ക് കൊടുക്കുന്നത് ആരോട് ചോദിക്കാനല്ലേ, ആരുത്തരം പറയാൻ? കാലാകാലങ്ങളിൽ ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ പറയും ആർക്കാണ് ഇത്തവണ അവാർഡ് നൽകേണ്ടതെന്ന് അത് കൊടുക്കും. അതിന് വരെ ചുമ്മാ ആളുകളെ പറ്റിക്കാനായിട്ടൊരു ജൂറി ഉണ്ടാക്കും. പണ്ട് നമ്മുടെ മധു സാറ് അവാർഡ് നിർണ്ണയ കമ്മിറ്റിയെപ്പറ്റി പറയുന്ന ഒരു നല്ല കമൻ്റ് ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് തോറ്റവൻ BA പേപ്പറിന് മാർക്കിടുന്നത് പോലെയാണ് ഇവിടുത്തെ അവാർഡ് നിർണ്ണയം എന്നാണ് അന്ന് മധു സാറ് പറഞ്ഞത്. ഇത്തവണ ഫാൽക്കെ അവാർഡ് നിർണ്ണയിച്ച കമ്മിറ്റി അംഗങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ തവണ ഫാൽക്കെ അവാർഡ് വാങ്ങിയ മിഥുൻ ചക്രവർത്തിയും പിന്നെ ഗായകൻ ശങ്കർ മഹാദേവനും അശുതോഷ് ഗവാരിക്കർ എന്ന് പറഞ്ഞ സംവിധായകനും ചേർന്നാണ് നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവർ 3 പേർക്ക് ഒരു റോളോടെ ഉണ്ടാവില്ല. ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇയാൾക്കാണ് ഇത്തവണ കൊടുക്കേണ്ടത് കേട്ടോ എന്ന് പറഞ്ഞ് കൊടുക്കുക, അല്ലാതെ ഇവർ നിർണ്ണയിക്കേണ്ട. ഒന്നാമത്തെ കാര്യം മധുസാർ പറഞ്ഞ പോലെ 10 തോറ്റവൻ BAക്ക് മാർക്കിടുന്നത് പോലെ ഇവർക്ക് മധുസാറിനെ പോലെ ഒരാളിന് മാർക്കിടാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മധുസാറ് അതിനൊക്കെ അപ്പുറം മോള് നിൽക്കുന്ന ആളല്ലേ. ഇവരിൽ ആർക്കും യോഗ്യതയില്ല എന്ന് ഞാൻ പറയും. എന്നാൽ മധുസാറ് പറഞ്ഞ കണക്ക് ഈ 3 ആർക്ക് യോഗ്യതയുണ്ടെന്ന് മോഹൻലാൽ എന്ന പ്രതിഭയ്ക്ക് മാർക്കിടാൻ ഇവരിൽ ആർക്കും യോഗ്യതയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 3 എണ്ണത്തിനും ആ യോഗ്യതയില്ല എന്ന് പറയും. മിഥുൻ ചക്രവർത്തിക്ക് മോഹൻലാലിന് മാർക്കിടാനുള്ള യോഗ്യതയുണ്ടോ? ഇല്ല. ശങ്കർ മഹാദേവൻ എന്ന് പറഞ്ഞ പാട്ടുകാരന് മോഹൻലാലിന് മാർക്കിടാനുള്ള എന്ത് യോഗ്യതയുണ്ട്? അല്ലെങ്കിൽ ഈ പറഞ്ഞ അശുതോഷ് ഗവാരിക്കർക്ക് എന്താ യോഗ്യത എന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ ചുമ്മാ ഒരു 3 പേരെ പേര് വയ്ക്കാൻ അവർക്ക് കുറച്ച് പൈസയും കൊടുത്ത് 2 ദിവസം ഒരു ഹോട്ടൽ റൂമിലും താമസിക്കാം, അത്രയേ ഉള്ളൂ. നിശ്ചയിക്കുന്നതൊക്കെ ആണുങ്ങളാണെന്നേ. ഇത് ഈ
എന്താ പറയുക, മോഹൻലാലിനും ഈ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ ഏതോ ഒരു പൊട്ട എഴുതിയിരിക്കുന്നത് മോഹൻലാൽ നായരായതുകൊണ്ടാണ് ഫാൽക്കെ അവാർഡ് നൽകിയതെന്നാണ്. എത്ര കുഷ്ഠം പിടിച്ച മനസ്സെന്ന് നിങ്ങൾ ആലോചിക്കുക. മോഹൻലാൽ ഒരു നായരായതുകൊണ്ടാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തത് എന്ന് പറയുന്നവനെ സത്യം പറഞ്ഞാൽ ഷോക്ക് കൊടുക്കേണ്ടതാണ്. ഊളംപാറയിലോ കുതിരോട്ടത്തോ കൊണ്ടുപോയിട്ട് അവനറിയില്ല വർഷാവർഷങ്ങളായി തഴയുന്ന മധുസാറിനെ നായരായ മോഹൻലാലിന് കൊടുത്തപ്പോൾ തഴഞ്ഞെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. മാധവൻ നായരാണ് മധു ആയതെന്ന് പോലും അറിയാത്ത വിട്ടി കൂഷ്മാണ്ഡമാണ് ഈ മോഹൻലാലിൻ്റെ ജാതി പിടിച്ച് കളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മാധവൻ നായരും നായരല്ലേ, മധുസാറും നായരല്ലേ. ഇപ്പോൾ ജാതി പറഞ്ഞ് നേടുകയും ജാതികളെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന കാലമാണല്ലോ. അപ്പോൾ അപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സവർണ ജാതിക്കാരല്ല എന്നതുപോലും അറിയാത്ത മഹാന്മാരാണ് ഇപ്പോൾ ജാതിയിൽ പിടിച്ച് കളിക്കുന്നത്. 7 വർഷം മുമ്പ് 2018 ഫാൽക്കെ അവാർഡ് നേടിയ സാക്ഷാൽ അമിതാഭ് ബച്ചൻ ആദ്യമായി അഭിനയിച്ച സാത്ത് ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞ സിനിമയിലെ 7 പേര്, 7 പട്ടാളക്കാരുടെ കഥയാണല്ലോ. ആ 7 പേരിൽ ഒരാളായിരുന്നു മധുസാർ എന്ന് പോലും ഈ ഫാൽക്കെ അവാർഡ് കൊടുക്കുന്ന വൃത്തികെട്ടവന്മാർ ഓർത്തില്ല എന്നുള്ളതാണ്. നടൻ മാത്രമാണ് മധുസാർ. 92-ാം വയസ്സിലും എന്നെ പ്രധാന കഥാപാത്രമാക്കി എൻ്റെ പരിമിതികൾ ഉൾക്കൊണ്ട് ഒരു തിരക്കഥ കൊണ്ടുപോവാ ഞാൻ അഭിനയിക്കാമെന്ന് പറയുന്ന സൂപ്പർ താരത്തിൻ്റെ തന്തയായി ചത്ത് കിടക്കുന്ന സീനിൽ അഭിനയിക്കാൻ ഞാനില്ല ഇനി എന്ന് പറയുന്ന സിനിമാക്കാരനാണല്ലോ മധുസാർ. എന്തൊരു ആർജവം നിങ്ങൾ ആലോചിച്ച് നോക്കി. സാറിനിപ്പോൾ നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. വീട്ടിനകത്ത് വാക്കർ ഉപയോഗിച്ചാണ് സാർ നടക്കണം. അപ്പോൾ സാറ് വന്ന് ദിനേശേ ഇത് ആളുകൾ കാണുന്നത് എനിക്കിഷ്ടമല്ല, എനിക്ക് എന്നെ സെൻറ്റിമെൻറ്റ്സ് അടിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നാണ് സാർ പറയുന്നത്. അതുകൊണ്ടാണ് പുറത്തേക്കും പോകാത്തത്. സാറ് പറയുന്നത് വാക്കർ ഉപയോഗിക്കുന്ന, അധിക സമയവും ഇരുന്ന് സംസാരിക്കുന്ന, പരിമിതികളുള്ള ഒരു കഥാപാത്രം നായകനാവുന്നൊരു പടം കൊണ്ടുവന്നാൽ, ഒരു തിരക്കഥ കൊണ്ടുവന്നാൽ ഞാൻ അഭിനയിക്കാം, അല്ലാതെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയൊക്കെ ചത്ത് കിടക്കുന്ന തന്തയായിട്ട് അഭിനയിക്കാൻ എന്നെ വിളിച്ചാൽ ഞാൻ ഇനി പോവില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെയാണ് മധുസാർ പറഞ്ഞത്. മധുസാർ ആരൊക്കെയാണ്? നടനാണ്, തിരക്കഥാകാരനാണ്, സംവിധായകനാണ്, നിർമ്മാതാവാണ്, വിതരണക്കാരനാണ്, ദേശീയ പുരസ്കാരം കിട്ടിയ കുട്ടികളുടെ സിനിമ നിർമ്മിച്ച ആളാണ്, സ്റ്റുഡിയോ ഉടമയാണ്, അധ്യാപന പണിയായിരുന്നല്ലോ, അധ്യാപകനായിരുന്നു മധുസാർ. നാടകം പഠിക്കാൻ പോവുകയും അധ്യാപക ജോലി ഉപേക്ഷിച്ചിട്ട് എൻ്റെ കളരി ഇവിടെയല്ല എന്ന് പറഞ്ഞ് ഡൽഹിയിൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നാടകം പഠിക്കാൻ പോവുകയും നാടകക്കാരനാകുകയും പിന്നെ സിനിമാക്കാരനായ മനുഷ്യനാണ് മധുസാർ. 55 തവണ ഫാൽക്കെ അവാർഡ് എന്ന് പറഞ്ഞ പുരസ്കാരം വാങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരുത്തന് മധുസാറിനോളം ഈ അവാർഡ് വാങ്ങാനുള്ള അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല. 55 വർഷമായി കൊടുക്കുന്നു. ഈ 55 വർഷം വാങ്ങിയ ഒരുത്തന് പോലും മധുസാറിൻ്റെ വാലിക്കെട്ടിയിരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് ഞാൻ പറയും. വൈകി ഔദാര്യം പോലെ കൊടുത്ത പത്മശ്രീ പോലും മറ്റാരാണെങ്കിലും കൊണ്ടുപോടാ പുല്ലേ എന്നിൻ്റെ തേങ്ങാക്കൊല എന്ന് പറയുന്നിടത്ത് ചിരിച്ച മുഖവുമായി സ്വീകരിച്ച വലിയ മനുഷ്യനാണ് മധുസാർ. വേറെ ആരാണെങ്കിലും വാങ്ങിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വളരെ വളരെ താഴെയുള്ളവർക്ക് പോലും പത്മഭൂഷണും വിഭൂഷണവും ഒക്കെ കൊടുക്കുന്ന കാലത്ത് വാ ഒരു പത്മശ്രീ തരാൻ വേണമെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ വേറെ ആരാണെങ്കിലും കൊണ്ടുപോടാമില്ലേ എന്ന് പറയും. പക്ഷെ മധുസാർ അതൊന്നും പറഞ്ഞില്ല. ചിരിച്ചുകൊണ്ട് ചെന്ന് അവർ തരുന്നതല്ലേ, വൈകിയാണെങ്കിലും തരുന്നില്ലേ, നമുക്ക് വാങ്ങാം എന്ന് പറഞ്ഞ് വാങ്ങുന്ന വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. അതുപോലെ KSFDCയുടെ ചെയർമാൻ സ്ഥാനം വച്ച് നീട്ടിയപ്പോൾ ഞാനില്ല അതിനൊന്നും, നല്ല പയ്യന്മാർക്ക് കൊടുക്കുന്ന ചിരിച്ചുകൊണ്ട് പറഞ്ഞ വ്യക്തിയാണ്. അതിൻ്റെ നല്ല ഹൃദയത്തിൻ്റെ ഉടമയാണ് മധുസാർ. ഇവിടെ KSFDCയുടെ ചെയർമാനായില്ലെങ്കിൽ എൻ്റെ അവസാന ആഗ്രഹം സാധിക്കാതെ ഞാൻ പോവും ഇവിടുന്ന് എന്ന് പറഞ്ഞ് KSFDCയുടെ ചെയർമാനായ ആളിനെ എനിക്കറിയാം. അപ്പോൾ രോഗഗ്രസ്തനായി ഒരു തരത്തിലും 5 വർഷം തയ്ക്കില്ല എന്ന് ഉറപ്പുള്ള ആളാണ്. അപ്പോൾ ഞാൻ ആരോട് ഏത് പാർട്ടി സെക്രട്ടറിയോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആളിനെ മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ അവസാന ആഗ്രഹമാണ് സാർ, സഖാവേ എന്നെ ചെയർമാനാക്കണം. അപ്പോൾ പാർട്ടി സഖാവ് വേറൊരാളിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ KSFDCയുടെ വൈസ് ചെയർമാനാവണം. അതേ പറഞ്ഞു, ഞാനില്ല, എന്നെക്കാൾ എത്രയോ ജൂനിയറായ ഈ മനുഷ്യൻ്റെ കീഴിൽ ഞാൻ വൈസ് ചെയർമാനായിട്ട് ഇരിക്കാനാണോ? ഞാൻ ഇരിക്കില്ല. അപ്പോൾ ഈ പാർട്ടി സെക്രട്ടറി പറഞ്ഞ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളങ്ങനെ ടെൻഷൻ അടിക്കണ്ട, ഒരു 6 മാസത്തിനുള്ളിൽ ഇയാൾ ചത്തുപോകും, പിന്നെ 4.5 വർഷം നിങ്ങളായിരിക്കും ചെയർമാൻ. ഞാനില്ല എന്ന് പറഞ്ഞ് മാറിയ ആളിനെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഈ KSFDCയുടെ ചെയർമാനായാലും ശരി, അക്കാഡമിയുടെ ചെയർമാനായാലും ശരി,
സാംസ്കാരിക ക്ഷേമനിധിയുടെ ആയാലും ശരി, അതിനൊക്കെ വേണ്ടി ചാടി ഓടി നടക്കുന്ന ഒരുപാട് പേരുള്ള നാടാണ്. പക്ഷേ മധുസാറിന് പരാതിയില്ല, പരിഭവമില്ല. കിട്ടിയാൽ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ അതിനേക്കാൾ സന്തോഷം എന്നുള്ള അവസ്ഥയിലാണ്. എനിക്ക് മനസ്സിലാവാത്തത്, അടൂർ ഗോപാലകൃഷ്ണൻ ആദ്യമായി ചെയ്തതെന്ന അഭിമാനത്തോടെ അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ സിനിമ സ്വയംവരം, ആ സിനിമയിൽ മധുസാറായിരുന്നു നായകൻ. അപ്പോൾ അടൂരിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ മുമ്പ് അറിയാമല്ലോ, മറ്റ് പടങ്ങളിൽ കിട്ടുന്നതിൻ്റെ 10-1 ശമ്പളം പോലും കിട്ടില്ല. എങ്കിൽ പോലും മധുസാർ അന്ന് നല്ല സിനിമകളെ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് സ്വയംവരത്തിൽ നായകനായിട്ട് അഭിനയിച്ചു. അടൂർ ഗോപാലകൃഷ്ണന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കേരളത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന അദ്ദേഹത്തിനാണല്ലോ. അദ്ദേഹത്തിന് പിടിപാടുള്ള ഫിലിം ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റിലുള്ള ആളിനെ ഞാൻ പേര് പറയുന്നില്ല, അയാളൊക്കെ നല്ല പിടിപാടുള്ളതുകൊണ്ട് അടൂർ സാറിന് കിട്ടിയതെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ഗോസായിമാർ നമുക്ക് തരൂല്ലെന്നേ. പക്ഷേ ആ അടൂർ മധുസാറിന് വേണ്ടി ഒരു വാക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. എന്നോട് നല്ല സഹകരിച്ച നല്ല സിനിമകളുടെ പക്ഷത്തിരിക്കുന്ന മധുവിന് ഒരു അവാർഡ് കൊടുത്തില്ലെങ്കിൽ മോശമാണ്, ഞാൻ പോലും മധുവിന് ശേഷം വാങ്ങേണ്ട ആളായിരുന്നു, അതുകൊണ്ട് മധുവിനൊരു ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ട് കിട്ടുമായിരുന്നു. പക്ഷേ അടൂരൊക്കെ എല്ലാ ആൾ പറയില്ല. തനിക്ക് മുൻപേ ഒരു സിനിമാക്കാരൻ മലയാളിക്ക് ഫാൽക്കെ അവാർഡ് നൽകേണ്ടത് മധുവിനായിരുന്നു എന്നൊരു വാചകം പോലും അടൂർ ഗോപാലകൃഷ്ണൻ ഈ നേരം വരെയും പറഞ്ഞിട്ടില്ല. ഭൂപേന്ദു ഗസാരിയേക്കാൾ താഴെയാണോ നമ്മുടെ യേശുദാസ്? ദാസേട്ടൻ ഭൂപേന്ദുവിനേക്കാൾ താഴെയാണോ? ഏതെങ്കിലും സിനിമാക്കാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമാ സംഘടനാ നേതാവ് യേശുദാസിനോട് കാണിക്കുന്നത് മോശത്തരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ? ഒരാളും പറയില്ലെന്നേ. അവരവർക്ക് തനിപ്പിടി പിടിക്കാൻ പറ്റുമോ അതും നോക്കും. പത്മ പുരസ്കാരങ്ങളുടെ ചുവട് പിടിച്ച് സംസ്ഥാന സർക്കാർ ഇവിടെ വർഷാവർഷം കുറേ അവാർഡുകൾ ഇപ്പോൾ പ്രഖ്യാപിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. മധു എന്നൊരു 92 വയസ്സുകാരൻ കണ്ണമ്മൂലയിൽ ജീവിച്ചിരിക്കുന്നത് ഈ സർക്കാർ ഓർത്തോ? പിണറായി വിജയൻ്റെ സർക്കാർ ഈ അവാർഡ് കൊടുക്കാൻ തീരുമാനം പത്മ പുരസ്കാരം കിട്ടാത്തവർക്കായി അല്ലെങ്കിൽ പത്മ പുരസ്കാരത്തിൽ തഴയപ്പെടുന്നവർക്ക് നമ്മൾ അവാർഡ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് പേർക്ക് കൊടുത്ത ലിസ്റ്റുകൾ ഇങ്ങെടുത്ത് നോക്കൂ. അതിലേതെങ്കിലും ഒരുത്തന് മധുസാറിനേക്കാൾ മേളിൽ നിൽക്കാനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ മധുസാറിന് കൊടുക്കില്ല. കാരണം അദ്ദേഹത്തിന് പാദസേവ ചെയ്യാനും അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാനും അതിനൊന്നും കഴിയില്ല. അതാണ് കൊടുക്കാത്തത്. KS സേതുമാധവനെ പോലെ എല്ലാ അർത്ഥത്തിലും മാന്യനും നല്ല സിനിമാക്കാരനും സകലമാന പേരും ബഹുമാനിക്കുന്ന ഒരാൾക്ക് ഒരു പത്മശ്രീ നൽകാൻ ആരെങ്കിലും ഓർത്തോ? നാഷണൽ അവാർഡ് അടക്കം നേടിയ മനുഷ്യനാണ് അല്ലെങ്കിൽ സംവിധായകനാണ് സേതുമാധവൻ സാർ. സുരേഷ് ഗോപിയെ ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യം നിർത്തിയ സംവിധായകനാണ് ഓടയിൽ നിന്ന് എന്ന് പറഞ്ഞ സിനിമയിൽ ബാലതാരമായിട്ട്. സുരേഷ് ഗോപിയോട് മനസ്സുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയോടൊപ്പം സഞ്ചരിക്കുന്ന സേതു സാറല്ലേ നിങ്ങളെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തിയത് ആദ്യമെന്ന്, നിങ്ങളൊന്ന് ഇടപെടണമെന്ന് സുരേഷ് ഗോപിയെ നന്നായി അറിയാവുന്ന എത്രയോ പേർ, എത്രയോ സിനിമാക്കാർ, എത്രയോ പത്രക്കാർ സുരേഷ് ഗോപിയോട് പറഞ്ഞു. ഇടപെട്ടോ? അന്ന് അയാൾ രാജ്യസഭാ മെമ്പറാണ്. ഒരു രാജ്യസഭാ മെമ്പർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ കൂടെ കരാർക്കടയിൽ നിന്നൊരു കസവ് നേരിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് മോഡിയെ കാണാൻ ചെല്ലുന്ന സുരേഷ് ഗോപിക്ക് സേതുമാധവൻ എന്ന് പറഞ്ഞൊരു സംവിധായകൻ മദ്രാസിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഒരു കാവ്യ നിറത്തിൻ്റെ സന്യാസ തുല്യമായൊക്കെ ചിന്തിക്കുകയും കാവ്യ പക്ഷത്ത് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് നമ്മൻ്റെ ആൾ തന്നെയാണ്. ഒരു അവാർഡ് കൊടുക്കണമെന്ന് പറയാൻ വായിലെ മുത്തു പൊഴിഞ്ഞുയോ? പറയില്ല. അതാണ് സിനിമാക്കാരൻ്റെ സ്വഭാവം. മേഘാലയ ഗവർണർ എന്തോ ആയിരുന്ന സമയത്ത് PS ശ്രീധരൻപിള്ളയോട് ഇക്കാര്യം മദ്രാസിലുള്ള സിനിമാ പത്രപ്രവർത്തകരായ മലയാളികൾ തന്നെ നേരിട്ട് പറഞ്ഞു. പിന്നെന്താ, ഞാൻ ഇടപെടാം എന്ന് പറഞ്ഞു. ഒരു ഇടപെടലും ഒരു പുല്ല്, ഒന്നാമത് ചിലപ്പോൾ ഇവരെന്ന് ഇടപെട്ടാൽ ഒരു പുല്ല് വിലയും ഡൽഹിയിൽ നിന്ന് കിട്ടില്ല. അതായിരിക്കും സത്യം. ഇപ്പോൾ സുരേഷ് ഗോപി ഇവിടെ കിടന്ന് വലിയ വാചകമൊക്കെ അടിക്കും, ഡൽഹി ചെന്നാൽ ഒരു ചുക്കും പറയാൻ ഒക്കില്ലെന്നേ. ഒരു സഹമന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ കിടന്ന് കുറേ രാഷ്ട്രീയം പറയാം, വിടുവായ്ത്തനം പറയാം. ആരെങ്കിലും ഒരു അപേക്ഷ കൊണ്ടുവന്നാൽ അതുകൊണ്ട് നിങ്ങൾ പാർട്ടി സെക്രട്ടറിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മന്ത്രിക്ക് കൊടുക്കുമെന്ന് പറയാം. ഞാൻ കേൾക്കട്ടെ, ഒരു വീട് വയ്ക്കാനൊരു ആനുകൂല്യം ചോദിക്കാനൊരു കത്തുമായിട്ടൊരു പാവം സാധു മനുഷ്യൻ, ഇയാൾക്ക് വോട്ട് ചെയ്തൊരു മനുഷ്യൻ, ഇതൊരു കലുങ്ക് സമ്മേളനമോ തേങ്ങാ സമ്മേളനം എന്തോ നടത്തിയല്ലോ. ഇപ്പോൾ ഒരു കലുങ്കുമില്ല. ഇയാൾ വെറും അഭിനയമാണെന്നേ കാണിക്കണം ആളുകളുടെ മുമ്പേ. ഇനി 4 വർഷം കഴിഞ്ഞ് എല്ലാവരും അച്ചാന്ന് വിളിച്ചാൽ മതിയല്ലോ. ഇയാളെ വന്ന് കണ്ട് ഒരു അപേക്ഷ കൊണ്ടുവരുമ്പോൾ ആ അപേക്ഷ പൊട്ടിച്ച് വായിച്ചിട്ട്, ആൾക്കാരുടെ മുമ്പ് വെച്ച് വായിച്ചിട്ട്, ഇത് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ താങ്കളുടെ വാർഡ് മെമ്പർക്ക് എൻ്റെ ഒരു ശുപാർശ കത്തും വെച്ച് ഞാൻ കൊടുക്കാം, ഏറ്റവും അടുത്ത് നമുക്ക് ശരിയാക്കാം കേട്ടോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പുല്ല് നടന്നില്ലെങ്കിൽ പോലും ആ വയോവൃദ്ധന് ഒരു സന്തോഷം ഉണ്ടായാൽ. ചെയ്യില്ല. എൻ്റെ വകുപ്പല്ലെന്നാണ് പറഞ്ഞത്. എൻ്റെ വകുപ്പ്, ഞാനത് പറഞ്ഞാൽ കൂടിപ്പോയി. അയാളൊരു കേന്ദ്രമന്ത്രിയും കൂടിയാണ്, അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. സേതുമാധവ സാറിനെ
നസീർ സാറിനെയോ സത്യനെയോ ദേവരാജനെയോ വയലാറിനെയോ ഓർക്കാത്ത അല്ലെങ്കിൽ കൊടുക്കാത്ത പത്മ പുരസ്കാരം ഏത് സിനിമാക്കാരന് കിട്ടിയാൽ എന്ത് മഹത്വം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിൽ മറ്റൊക്കെ ഞാൻ വിടുന്നു, മറ്റൊക്കെ ഏതൊക്കെ ഹിന്ദിക്കാർമാരെ വാങ്ങിച്ചോണ്ട് പോട്ടെ, അല്ലെങ്കിൽ ബംഗാളികൾ വാങ്ങിച്ചോണ്ട് പോട്ടെ. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഈ പറഞ്ഞ മധു സാറിനെയോ സേതുമാധവൻ സാറിനെയോ നസീർ സാറിനെയോ ദേവരാജനെയോ വയലാറിനെയോ കൊടുക്കാത്ത പത്മ പുരസ്കാരം ഇവിടുത്തെ ഏവന് കിട്ടിയിട്ടും ഒരു കാര്യമില്ല എന്ന് ഞാൻ പറയും. ഇവിടെ കുറച്ച് കാലമായിട്ട് JC ഡാനിയൽ പുരസ്കാരം ചില തമ്പുരാക്കന്മാർക്ക് കൊടുക്കാനുള്ള ചരട് വലികൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ഈ സർക്കാരിൻ്റെ കീഴിൽ. ഭയങ്കര ആലോചന നടക്കുന്നുണ്ട്. നമ്മൾ ഇനി കൊടുക്കേണ്ടത് ഇന്ന സൂപ്പർ താരങ്ങൾക്കായിരിക്കണമെന്ന്. എന്തൊരു തൊമ്മാടിത്തരം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ പറയും ഈ പറയുന്ന ഈ ഫാൽക്കെ പുരസ്കാരം പോലും മോഹൻലാലിന് കുറച്ചുകൂടി വൈകി കിട്ടിയാലും കുഴപ്പമില്ല, കാരണം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. മധുസാറിനോളം 92 വയസ്സായ മധുസാറും 65 വയസ്സായ മോഹൻലാലുമായിട്ട് എത്ര വർഷത്തെ വ്യത്യസ്തത ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചു, എത്ര ദൂരമുണ്ടില്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ പറയും ഈ ചെറുപ്പക്കാർക്കൊക്കെ വച്ച് നീട്ടാതെ അർഹതപ്പെട്ട രോഗഗ്രസ്തരായ പ്രായം ഏറിയവർക്ക് കൊടുക്കണമെന്ന് ഞാൻ പറയും. അപ്പോൾ ഇവിടെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് 2-3 വർഷമല്ല കേട്ടോ, ഈ പിണറായിയുടെ കഴിഞ്ഞ മന്ത്രിസഭയിൽ അക്കാഡമി ചെയർമാൻ ചില സൂപ്പർ താരങ്ങളെ സുഖിപ്പിക്കാനായിട്ട് ഈ അവാർഡ് JC ഡാനിയൽ അവാർഡ് കൊടുക്കണമെന്നുള്ള കളി നടത്തി. പക്ഷേ ആരോ അതിലിട്ട് പണിഞ്ഞു, ഇയാളുടെ ജാതി അല്ലെങ്കിൽ മതം കളിക്കുകയാണ്, കൊടുക്കണ്ട എന്ന് ആരോ ഒരു ഇൻഡാസ് കൊടുത്തു. അതുകൊണ്ടാണ് നടക്കാതെ പോയത്. ഞങ്ങൾക്ക് അവർക്കൊക്കെയാണോ കൊടുക്കേണ്ടത്? ഇവിടെ ഈ ചണ്ടുവിൽ നടക്കുന്നവർ ആലോചിക്കണ്ടേ, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്താൽ വിവാദമാകും എന്നുള്ള ആശങ്ക വേണ്ടേ? 90 വയസ്സ് കഴിഞ്ഞ P. സുശീലമ്മ, 87 വയസ്സ് കഴിഞ്ഞ S. ജാനകിയമ്മ, 2 പേർക്കും ഇപ്പോൾ അസുഖങ്ങളുണ്ട്. JC ഡാനിയൽ അവാർഡ് നൽകണമെന്ന് ഇവിടെ ആരെങ്കിലും, ഇവിടെ സംഗീതമായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, നമ്മളെ പാട്ടെഴുതുന്ന പാട്ടിനെ വിമർശിക്കുന്ന TP ശാസ്ത്രമംഗലടക്കം, അല്ലെങ്കിൽ രവിമേനോനടക്കം ആരെങ്കിലും ഒരു 10 വരി എഴുതിയോ S. ജാനകിക്കോ P. സുശീലയ്ക്കോ വേണം ഇനി നിങ്ങൾ JC ഡാനിയൽ അവാർഡ് കൊടുക്കാൻ എന്ന് ആരെങ്കിലും പറഞ്ഞു? ആരും പറയില്ല എന്നുള്ളതാണ്. കഥയും തിരക്കഥയും സംവിധാനവും എഡിറ്റിങ്ങും ഗായകനും സംഗീത സംവിധായകനും വിതരണക്കാരനും പഴയ SFIക്കാരനും കേരള യൂണിവേഴ്സിറ്റി ചെയർമാനും ഒക്കെ ആയിരുന്നല്ലോ ബാലചന്ദ്രൻ മേനോൻ. ഈ വർഷം JC ഡാനിയൽ പുരസ്കാരം ബാലചന്ദ്രൻ മേനോന് കൊടുക്കാമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. പകരം മുതലുകളെ വളർത്തി ജീവിക്കുന്ന ഗുണ്ടാ നേതാവായിട്ട് അഭിനയിക്കുന്നവർക്കോ ചട്ടുചടാല് 5-6 ദിവസം കൊണ്ട് സിനിമ എടുത്ത് ചട്ടുചടാല് പടങ്ങളെടുത്ത് തല്ലിപ്പൊളി സിനിമകൾ എടുക്കുന്ന സംവിധായകനൊക്കെ പുറകെ നടന്ന് അവാർഡ് വാങ്ങിക്കാൻ ആളുള്ളതുകൊണ്ട് വാങ്ങും. ഇവരെ പോലെ ബാലേന്ദ്രൻ മേനോനെ പോലെ P. സുശീലയെ പോലെ ജാനകിയമ്മയെ പോലുള്ള ഒരാളിനെയും JC ഡാനിയൽ അവാർഡിന് പരിഗണിക്കില്ല എന്നുള്ളതാണ് സത്യം. കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും പലതരം കളികളിലൂടെ പുരസ്കാര ലബ്ധി ഉണ്ടാകൂ എന്നത് ബോധ്യമാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അങ്ങനെ ശുപാർശ ചെയ്യാൻ ആളില്ലെങ്കിൽ നടക്കില്ല എന്നേ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എനിക്ക് വേണ്ട എന്ന് നിഷേധിച്ച ഒരേ ഒരാൾ ഇന്ത്യൻ സിനിമയിലുണ്ടായിരുന്നു എന്ന കാര്യം കൂടി ഇവിടെ പറയണം. എന്നാൽ ആർക്കെങ്കിലും അത് അറിയാമോ എന്ന് എനിക്കറിയില്ല. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് വേണ്ട എന്ന് പറഞ്ഞ ഒരാളുണ്ട്. 1978 ഫാൽക്കെ പുരസ്കാരം സുചിത്ര സെൻ എന്ന അഭിനേത്രിക്കായിരുന്നു. 1931 ബംഗ്ലാദേശിലെ ബബ്നയിൽ ജനിച്ച ആളാണ് ഈ പറയുന്ന സുചിത്ര സെൻ. റോമാദാസ് ഗുപ്ത എന്നായിരുന്നു യഥാർത്ഥ പേര്. 15 വയസ്സിൽ പ്രമുഖ വ്യവസായി കുടുംബത്തിലുള്ള ദീപാനാഥ് സെന്നിനെ അവർ വിവാഹം കഴിച്ചു. ഉത്തം കുമാർ, ഇന്ത്യ കണ്ട നല്ല നടന്മാരിലുള്ള ഒരാളാണല്ലോ ഉത്തം കുമാർ സുചിത്ര സെൻ ജോഡിയെ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ച കാലമുണ്ടായിരുന്നു. 30 സിനിമകളിൽ ഉത്തം കുമാറും സുചിത്ര സെന്നും നായികന്മാരായി അഭിനയിച്ചു. എല്ലാം ബംഗാളി ക്ലാസിക് സിനിമകളായിരുന്നു. പ്രശസ്തിയുടെ നെറുകയിൽ നിൽക്കുമ്പോൾ സുചിത്ര സെൻ അഭിനയം അവസാനിപ്പിച്ചു. ശ്രീരാമകൃഷ്ണ മിഷൻ്റെ അനുയായിയായി. ധ്യാനം, ആത്മീയം തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പിന്നെ പൊതുവേദിയിൽ നിന്ന് അപ്രത്യക്ഷയായി. രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും ഫാൽക്കെ അവാർഡ് വാങ്ങണം എന്ന നിബന്ധന അവർ നിരസിച്ചു. പുരസ്കാരം അങ്ങനെ നഷ്ടപ്പെട്ടു. അവർ പറഞ്ഞു, എനിക്ക് രാഷ്ട്രപതി ഭവനിൽ പോയി അത് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് കൊണ്ടുതരികയാണെങ്കിൽ എന്ന് പറഞ്ഞു. അത് പറ്റില്ല, അവിടെ വന്ന് വാങ്ങണം. വേണ്ട എന്ന് പറഞ്ഞു.
വിഷയത്തിൽ നിന്നും വീണ്ടും നമ്മൾ ഒരുപാട് വഴിമാറിപ്പോയി. മാറിപ്പോകുന്നേ. സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിച്ചാൽ നമ്മൾ ഇതുപോലെ വഴി മാറും. 48 വർഷമായിരിക്കുന്നു മോഹൻലാൽ ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. 18ാമത്തെ വയസ്സിൽ 47 വർഷം മുമ്പ് വടോമുകളിലെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലുള്ള റോഡിലൂടെ സൈക്കിളിൽ ചവിട്ടി വന്ന് ക്യാമറയുടെ മുന്നിൽ വീഴുന്ന ഷോട്ട് എടുത്തിട്ട് 47 വർഷമായി. അല്പം ബുദ്ധി കുറവുള്ള കുട്ടപ്പൻ എന്ന പയ്യനായിരുന്നു ആ വേഷം. 2025 സത്യനന്ദിക്കാടിൻ്റെ ഹൃദയപൂർവ്വത്തിലെ സന്ദീപ് ബാലകൃഷ്ണൻ വരെ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ 5 ഭാഷകളിൽ നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. എനിക്ക് തോന്നുന്നു 360 എന്തോ സിനിമയായി ഇതുവരെ. സംസ്കൃതത്തിൽ കാവാലം നാരായണ പണിക്കരുടെ സംവിധാനത്തിൽ കർണഭാരം എന്ന് പറഞ്ഞ നാടകത്തിൽ സംസ്കൃതത്തിൽ അഭിനയിച്ചു. പ്രോംപ്റ്റിംഗ് ഒന്നും കാണില്ല നാടകമാകുമ്പോൾ. സംസ്കൃതം പഠിച്ച് കാവാലം അഭിനയിപ്പിച്ചു. അതും രാഷ്ട്രപതി ഭവനിലൊക്കെ രാഷ്ട്രപതിയുടെ മുന്നിൽ അഭിനയിച്ചു. അതുപോലെ തന്നെ ഛായാമുഖി എന്ന് പറഞ്ഞ പ്രശാന്ത് നാരായണൻ്റെ നാടകമടക്കം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന നടന വൈഭവത്തിൻ്റെ തെളിവുകളാണ്. കയ്യിൽ കാശൊന്നുമില്ലാതെ ഞാൻ നിസ്സംഗനായിരിക്കുമ്പോൾ, ഇവിടെ കോമഡിയായിട്ട് എടുക്കാവൂ, കയ്യിൽ കാശൊന്നുമില്ലാതെ ഞാൻ നിസ്സംഗനായി എന്ത് ചെയ്യാൻ പറ്റും? 6 ദിവസം കഴിഞ്ഞാൽ വാടക കൊടുക്കണം, വീട്ടിൻ്റെ 1 മാസത്തെ ചിലവിന് പൈസ വേണം, കറണ്ടിന് അടയ്ക്കണം, കേബിളിന് കൊടുക്കണം, പത്രക്കാരന് കൊടുക്കണം, പെട്രോൾ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നിസ്സംഗനായി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ സിന്ധു ആശ്വസിപ്പിക്കാനായി പറയുന്ന ഒരു ഡയലോഗുണ്ട്. ദാരിദ്ര്യ, എന്നും ദാരിദ്ര്യ, കലാകാരനെന്നും ശരിക്കും ദാരിദ്ര്യ. ഈ ഡയലോഗ് ഷാജി എൻ കരുണിൻ്റെ വാനപ്രസ്ഥം എന്ന് പറഞ്ഞ സിനിമയിൽ കുഞ്ഞുകുട്ടൻ എന്ന നായകൻ, മോഹൻലാൽ ചെയ്ത കുഞ്ഞുകുട്ടൻ മനസ്സിൽ തട്ടി പറയുന്ന ഒരു ഡയലോഗാണ്. ശരിക്കും ദാരിദ്ര്യ. ഒരു കഥകളിക്കാരൻ്റെ യഥാർത്ഥ അവസ്ഥ സ്ക്രീനിൽ നോക്കാതെ കേട്ടിരുന്നാൽ നമുക്ക് മോഹൻലാലിൻ്റെ ആ ഡയലോഗ് ഡെലിവറി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. മോഹൻലാൽ എന്ന മനുഷ്യന് ഒരു കാലത്തും സാമ്പത്തിക ക്ലേശം അനുഭവിക്കേണ്ടി വന്നിട്ടേ ഇല്ല. പട്ടുമെത്തയിൽ ജനിച്ചവനെന്ന് പറയാം. കാരണം അച്ഛൻ ഉയർന്ന ഉദ്യോഗസ്ഥനല്ലേ, നല്ല ജീവിതമായിരുന്നു. അതുകൊണ്ട് ദാരിദ്ര്യം എന്തെന്ന്, അല്ലെങ്കിൽ 100 രൂപ ഇല്ലാത്ത ഒരവസ്ഥ എന്നെയൊക്കെ പോലെ മോഹൻലാലിന് ഒരിക്കലും വന്നിട്ടില്ല. പക്ഷേ വാനപ്രസ്ഥത്തിലെ കുഞ്ഞുകുട്ടൻ പറയുന്നത് കേട്ടാൽ നമുക്ക് സങ്കടം വരും. അങ്ങനെയാണ് മോഹൻലാൽ അത്രയും ഇൻവോൾവ് ചെയ്താണ് ആ സീൻ ഡബ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ എം ടി വാസുദേവൻ നായർ പറഞ്ഞ മനോഹരമായൊരു മോഹൻലാലിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ പറയാം. ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ പേനയേക്കാൾ നന്നായി വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നായിരുന്നു. എന്നാൽ സത്യനാഥൻ്റെ വികാരങ്ങൾ മോഹൻലാൽ ചെയ്തപ്പോൾ എൻ്റെ പ്രതീക്ഷകൾ തെറ്റാണെന്ന് തെളിയിച്ചു. ഞാൻ ചിരിക്കുകയായിരുന്നു, അതോ കരയുകയായിരുന്നു? അതിനിടയിലെ വേദനകളായിരുന്നു എന്നത് അയാൾക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. ആര്? സത്യനാഥൻ്റെ. സദയം എന്ന എം ടിയുടെ സ്ക്രിപ്റ്റിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത ആ മനോഹരമായ സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ച നായകനെ പറ്റിയാണ് എം ടി വിലയിരുത്തുന്നത്. എം ടി അതുവരെ കരുതിയിരുന്നത് ഞാൻ എഴുതി വെക്കുന്ന പോലെ ഒരു നടനും പെർഫോം ചെയ്യാൻ കഴിയില്ല എന്നാണ്. പക്ഷേ സദയം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആ ധാരണ തിരുത്തേണ്ടി വന്നു. എനിക്കിപ്പോഴും പേടിയാണ് സത്യത്തിൽ സദയം ഒറ്റയ്ക്കിരുന്ന് കാണാൻ. ഒന്നാമത് എനിക്ക് ഒരു എലിയെപ്പോലും ഒരു പാറ്റയെപ്പോലും കൊല്ലാൻ കഴിയാത്ത ഭീരുവാണ് ഞാൻ. ഒരു ഇറച്ചിക്കടയിലും തൂക്കിയിരിക്കുന്നത് നോക്കാൻ പറ്റാത്ത ആ ചോര ഇറ്റിറ്റ് വീഴുകയാണെങ്കിൽ അതെനിക്ക് കാണാൻ പറ്റില്ല. എന്തിനെന്നേ, ഇപ്പം ഞാൻ നമ്മുടെ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഒക്കെ വരുന്ന മാനിനെ ഓടിക്കുന്ന പുലിയോ സിംഹമോ ഓടിക്കുന്നതൊക്കെ കണ്ടാൽ, അല്ലെങ്കിൽ മുതല പിടിക്കുന്ന പുലിയെ കണ്ടാൽ എനിക്കത് വിഷ്വൽ ബാക്കി കാണാൻ പറ്റില്ല. അത്രയും എന്താ പറയുക, സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. ഞാൻ ഇപ്പോഴും സദയം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഒറ്റയ്ക്കിരുന്ന് കാണാൻ പറ്റില്ല. അതിലെ ജയയെയും അനിയത്തി ലതികയെയും മാധവും കാവേരിയുമാണ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് താഴെയുള്ള കുട്ടിയാണ് അക്കാലത്ത് ബേബി ചൈതന്യ എന്ന് പറയുന്ന മോനിഷയുടെ ബന്ധുവാണ് 3ാമത്തെ കുട്ടിയായിട്ട് അഭിനയിച്ചത്. ഇപ്പോൾ ആ പെൺകുട്ടി ഓസ്ട്രേലിയയിൽ ഡെർമറ്റോളജിയിൽ ഡോക്ടറായി പ്രവർത്തിക്കുകയാണ്. ചൈതന്യ മുതിർന്ന ശേഷം, വലുതായ ശേഷം സദയം കണ്ടപ്പോൾ കരഞ്ഞുപോയി, പേടിച്ചു പോയി എന്നാണ് ചൈതന്യ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വർഷങ്ങൾക്ക് മുമ്പ് ബാലതാരമായിട്ട് അഭിനയിച്ച കുട്ടി ഡോക്ടറായിട്ട് പോലും മുതിർന്ന ശേഷം ഇപ്പോഴും ആ സിനിമ കണ്ടാൽ
അവളുടെ 2 ചേച്ചിമാരെയും അവളെയും കഴുത്തി ഞെരിച്ച് കൊല്ലുന്ന മോഹൻലാലിൻ്റെ സത്യനാഥിൻ്റെ മുഖം ഓർത്താൽ ഞാൻ കരഞ്ഞു പോകും, പേടിച്ചു പോകുമെന്നാണ് ചൈതന്യ പറയുന്നത്. ചേച്ചി തിരക്കി സത്യനാഥിൻ്റെ മുറിയിൽ ചെല്ലുമ്പോൾ ചേച്ചി നിശ്ചലമായി തറയിൽ കിടക്കുകയാണ്. സത്യനാഥ് ഈ കുട്ടിയെ വാ 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 എന്ന് പറഞ്ഞ് വിളിക്കുന്ന നിങ്ങളൊന്നുകൂടെ കണ്ടു നോക്കൂ. കുട്ടിയെ വിളിക്കുന്നു. അത്രയും നാൾ ഞാൻ കണ്ടിട്ടുള്ള ലാലേട്ടനെ അല്ല ഞാൻ ആ സിനിമയിൽ കണ്ടത് എന്നാണ് ചൈതന്യ പറയുന്നത്. ലാലേട്ടൻ്റെ കണ്ണിലുള്ള ചുവപ്പും ഭാവവും, എന്തിന് അദ്ദേഹത്തിൻ്റെ കൺപീലി പോലും ആ സീനിൽ അഭിനയിക്കുകയായിരുന്നു. അത്രയും നേരം സെറ്റിൽ എല്ലാവരും ചിരിച്ച് ഹാപ്പി ആയിട്ടാണ് നിന്നത്. പക്ഷേ ആ സീനിൽ ആ സെറ്റ് മുഴുവൻ ആ ഫീലിങ്ങിലായിപ്പോയി. അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല എന്നാണ് ചൈതന്യ പറയുന്നത്. ചൈതന്യ പറഞ്ഞത് 100% ശരിയാണെന്ന് ഞാൻ പറയും. സത്യനാഥൻ MT പറഞ്ഞ കണക്ക് മോഹൻലാൽ പ്രതീക്ഷകളെ തെറ്റിച്ച പ്രകടനമായിരുന്നു. 1992 സംസ്ഥാന അവാർഡിൽ ആധാരത്തിലെ പ്രകടനത്തിന് മുരളിക്കായിരുന്നു അവാർഡ്. പ്രേമ കാരന്തായിരുന്നു ആ വർഷത്തെ ജൂറി ചെയർപേഴ്സൺ. SL പുരമൊക്കെ ജൂറി അംഗങ്ങളായിട്ടുണ്ടായിട്ടും തലേ വർഷം സിബി മലയിലിനും MTക്കും മോഹൻലാലിനുമൊക്കെ അവാർഡുകൾ ലഭിച്ചതിനാൽ സദയത്തിന് ഒരു കുഞ്ഞ് അവാർഡ് പോലും കൊടുക്കണ്ട എന്ന് ആ വർഷം തീരുമാനിച്ചു കളഞ്ഞു. അങ്ങനെയാണ് സദയം തള്ളപ്പെട്ടത്. കഴിഞ്ഞ വർഷം വാങ്ങിച്ചില്ലേ. അതായത് 500 മീറ്റർ ഓട്ടത്തിൽ ഒന്നാമതെത്തി PT ഉഷ ഈ വർഷം അവാർഡ് വാങ്ങിച്ചെങ്കിൽ കഴിഞ്ഞ വർഷം അവർക്ക് കൊടുത്തില്ല, അതുകൊണ്ട് ഈ വർഷം കൊടുക്കണ്ട എന്ന് പറയുന്നതിൽ എന്ത് ന്യായമെന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയാണ് സദയം തഴയപ്പെട്ടത്. ചൈതന്യ പറഞ്ഞ പോലെയായിരുന്നു കുഞ്ഞുകുട്ടൻ്റെ കാര്യവും. 5 or 6 വയസ്സ് മുതൽ ചിട്ടയായി വർഷങ്ങളോളം പരിശീലിച്ച് നേടിയെടുക്കാനാവുന്ന കലാരൂപമാണല്ലോ കഥകളി. ക്യാപ്സ്യൂളായി ബാലപാഠം പഠിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ മെയ് വഴക്കത്തോടെ കാഴ്ചവെക്കുന്ന മോഹൻലാൽ എന്ന അഭിനേതാവിൻ്റെ പ്രകടനം നേരിട്ട് ക്യാമറയുടെ പിന്നിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന കലാമണ്ഡലം ഗോപി ആശാൻ ഉൾപ്പെടെ ഈ ലാൽ മാജിക്കിൽ അത്ഭുതം കൂറിയവരാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ഗോപി ആശാൻ മോഹൻലാലിനോട് ചോദിച്ചത്. നൃത്തം പഠിക്കാതെ എങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുവെന്ന് മോഹൻലാലിനോട് തന്നെ ചോദിച്ചത് പ്രശസ്ത നർത്തകിയും കമൽഹാസൻ്റെ ആദ്യത്തെ ഭാര്യയുമായ വാണി ഗണപതിയാണ്. അതിന് മോഹൻലാൽ പറഞ്ഞ മറുപടി, എനിക്കറിയില്ല, ആരെ എൻ്റെ ഉള്ളിലിരുന്ന് എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നു എന്നായിരുന്നു മോഹൻലാലിൻ്റെ മറുപടി. അഭിനയമല്ല, ബിഹേവിങ് ആണ് തൻ്റെ രീതി എന്നാണല്ലോ മോഹൻലാൽ പറയാറ്. അയാൾക്കെന്തോ പരിഭവമുണ്ട്, മനസ്സറിഞ്ഞ് അഭിനയിക്കുന്നില്ല, ആർക്കോ വേണ്ടി ചെയ്യുന്ന പോലെ തോന്നുന്നു എന്നൊക്കെ ചില സംവിധായകർക്ക് തോന്നാറുണ്ട് മോഹൻലാൽ അഭിനയിക്കുമ്പോൾ. അയാൾക്കെന്തോ പ്രശ്നമുണ്ട് കേട്ടോ, അയാൾ എന്തോ മാനസിക സംഘർഷത്തിലാണ് സെറ്റിലേക്ക് വന്നതെന്ന് തോന്നുന്നു. അതോ നമ്മുടെ കഥാപാത്രം ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ വിചാരിച്ച് സന്ദേഹിക്കും. കാരണം ക്യാമറയുടെ മുന്നിൽ മോഹൻലാൽ അഭിനയിക്കുന്നത് കാണുമ്പോൾ, എഡിറ്റിംഗ് സ്ക്രീനിൽ മോഹൻലാലിൻ്റെ വിഷ്വലിട്ട് കാണുമ്പോൾ ഈ കഥാപാത്രം ഇങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് നമ്മളെ മോഹൻലാൽ അനുഭവിപ്പിക്കും എന്ന് പറഞ്ഞത് പ്രശസ്തനായ ഒരു സംവിധാനമാണ്. ആരെന്ന് എനിക്ക് ഓർമ്മയില്ല. സെറ്റിൽ വെച്ച് ഇൻഡിഫറൻ്റായിട്ട് പെരുമാറും പോലെ അഭിനയിച്ചിട്ട് അത് സ്ക്രീനിൽ കാണുമ്പോൾ അയ്യോ ഈ സീനിന് ഇതിനപ്പുറം അഭിനയിക്കാൻ പറ്റില്ല, ഇതെങ്ങനെ മോഹൻലാൽ ഇങ്ങനെ ചെയ്തു എന്ന് നമുക്ക് തോന്നും. അത്ര കൃത്യമായിരിക്കും മോഹൻലാലിൻ്റെതെന്ന് ഒരു പ്രശസ്തനായ സംവിധായകനാണ് പറഞ്ഞത്. നമ്മുടെ ഏതോ ഒരു നല്ല സംവിധായകനാണ് പറഞ്ഞത്. സ്ക്രീനിൽ 100% കൃത്യമായ പ്രകടനമായിരിക്കും മോഹൻലാൽ നൽകുന്നത്. അഭിനയത്തിൽ എനിക്ക് ഗുരുക്കന്മാരില്ല, എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് ഞാൻ കരുതിയ പല കഥാപാത്രങ്ങളും കണ്ടവർ എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്. വാനപ്രസ്ഥത്തിൽ കഥകളി ചമയങ്ങൾ അണിയുമ്പോൾ പൂർവ്വ സൂര്യകളെ മനസ്സുകൊണ്ട് ഞാൻ നമിക്കുമായിരുന്നു. ഇതാണ് കുഞ്ഞുകുട്ടൻ്റെ പ്രിപ്പറേഷൻ എന്ന് മോഹൻലാൽ പറഞ്ഞാൽ നമുക്ക് അതിശയിക്കാനേ കഴിയുള്ളൂ. കമലദളത്തിലെ നന്ദഗോപനായും വാനപ്രസ്ഥത്തിലെ കുഞ്ഞുകുട്ടനായും പാദമുദ്രയിലെ മാധു പണ്ടാരമായാലും ലാൽ മാജിക്കിൻ്റെ ഉദാഹരണങ്ങളാണ് എന്ന് ഞാൻ പറയും. അമ്പലമില്ലാതെ അതുപോലെ വേറൊരു പടമുണ്ട്, ഇട്ടിമാണി എന്നുള്ള പടത്തിൽ മോഹൻലാൽ പെൺപിള്ളേരുടെ കൂടെ മാർഗം കളിക്കുന്ന ഒരു പാട്ടുണ്ട്, നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. ഞാനിങ്ങനെ ആലോചിച്ച് ഈ മനുഷ്യൻ ഇതെങ്ങനെ കഴിയുന്നു, മാർഗം കളിക്കുന്നു, നല്ല മെയ് വഴക്കത്തോടെ ചടുലതയോടെ മനോഹരമായി ആ ചിരി, മുഖത്തെ ചിരി വേണം കാണാൻ മാർഗം കളിയുടെ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ എന്ന ഭജനപ്പാട്ട് പാടുന്നതിനിടയിൽ പാദമുദ്രയിലാണല്ലോ കണ്ടവൻ്റെ ഭാര്യയെ നോക്കി ഒരു വഷളം ചിരിയുണ്ട്. മാധു പണ്ടാരത്തിൻ്റെ സീമയെ നോക്കിയിട്ടാണ് ഒരു ചിരിയുണ്ട്, ഒരു വഷളം ചിരി. ആ ചിരി ചിരിക്കാൻ ഒരു മോഹൻലാൽ അല്ലാതെ
മറ്റൊരു നടൻ നമ്മുടെ സിനിമയിലില്ല എന്ന് ഞാൻ പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡൻ്റായി എന്നെ വിലയിരുത്തരുത്. ഞാൻ സത്യസന്ധമായി പറയാണ്. ആ മോഹൻലാൽ ചെയ്ത മാധു പണ്ടാരത്തിൻ്റെ ആ ചിരി ടൈറ്റ് ക്ലോസിലാണ് സുകുമാര സാർ എടുത്തിരിക്കുന്നത്. സീമയെ നോക്കി ചിരിക്കുമ്പോൾ സീമ തല മാറ്റിക്കളയും. കാരണം തൊട്ട് മുന്നിൽ ഭർത്താവ് നെടുപടിയാണ് ഇരിപ്പുണ്ട്. ആ വഷളം ചിരിച്ചിരിക്കാൻ, അല്ലെങ്കിൽ വെള്ളമടിച്ച് കോണ് തിരിഞ്ഞ് ട്രെയിനിൽ കയറി സൂപ്പർ സ്റ്റാറായ മമ്മൂട്ടിയെ കാണുമ്പം മമ്മൂക്കാന്ന് വിളിച്ചിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന, അതിങ്ങനെ ചെയ്യാൻ ഇന്ത്യൻ സിനിമയിൽ പോലും മോഹൻലാലിന് പകരക്കാരനില്ല എന്ന് ഞാൻ പറയും. നിങ്ങൾ ഈ പറഞ്ഞ പടങ്ങളൊക്കെ ഒന്നുകൂടെ കണ്ടു നോക്കൂ. 55ാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിനാണ് എന്നറിഞ്ഞ് മമ്മൂട്ടി അടക്കമുള്ള സഹപ്രവർത്തകരും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കം അഭിനന്ദന കുറിപ്പുകളിട്ടല്ലോ. അതിൽ ശ്രദ്ധേയമായത് അമിതാഭ് ബച്ചൻ കുറിച്ച ഒരു കുറിപ്പാണ് എന്നെനിക്ക് തോന്നുന്നു. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നിങ്ങൾക്ക് ലഭിച്ചതിൽ മോഹൻലാൽജി ഞാൻ സന്തോഷവാനാണ്. അതിയായ സന്തോഷം തോന്നുന്നു. ഏറ്റവും അർഹമായ അംഗീകാരം. ഒരുപാട് അഭിനന്ദനം. നിങ്ങളുടെയും കരകൗശലത്തിൻ്റെയും വലിയ ആരാധകനാണ് ഞാൻ. ഏറ്റവും പ്രകടമായ ചില വികാരങ്ങൾ നിങ്ങൾ പ്രകടിപ്പിക്കുന്നതിലെ ലാളിത്യം ശരിക്കും ശ്രദ്ധേയമാണ്. നിങ്ങളുടെ അജേയമായ കഴിവുകൾ കൊണ്ട് ഞങ്ങളെയെല്ലാം ആദരിക്കുന്നത് തുടരട്ടെ. ഞങ്ങൾക്കൊരു പാഠമായി തുടരട്ടെ. അതിരറ്റ ആദരവോടും അഭിമാനത്തോടും കൂടി ഞാൻ എപ്പോഴും ഒരു സമർപ്പിത ആരാധകനായി തുടരുന്നു. നമസ്കാർ എന്ന് പറഞ്ഞാണ് അമിതാഭ് ബച്ചൻ കുറിപ്പിട്ടിരിക്കുന്നത്. 2 സിനിമകളിൽ ഒന്നിച്ച് അഭിനയിക്കുന്നതിനിടയിൽ മോഹൻലാൽ ആർജിച്ചെടുത്ത സൗഹൃദം തീർച്ചയായിട്ടും അമിതാഭ് ബച്ചൻ്റെ മനസ്സിലുണ്ടാവും എന്നുള്ളത്. ചങ്ങാത്തം കൂടാൻ മോഹൻലാലിനൊരു മടിയില്ലല്ലോ. 2001 മോഹൻലാൽ ആദ്യമായി രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 2019 പത്മഭൂഷൺ നൽകി ആദരിച്ചു. 2009 ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനൻ്റ് കേണലായി. കാൽഡി ശ്രീ ശങ്കരാചാര്യ കോളേജിൽ നിന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും രണ്ട് കോളേജുകളിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടി. 2 തവണത്തെ നല്ല നടൻ്റെ അവാർഡുകളടക്കം ദേശീയ തലത്തിൽ 5 അവാർഡുകൾ അദ്ദേഹം നേടി. TP ബാലഗോപാലൻ MA എന്ന് പറഞ്ഞ സത്യനന്ദിക്കാരൻ്റെ പടത്തിൽ നിന്നാണല്ലോ ആദ്യമായി മോഹൻലാലിന് സംസ്ഥാന അവാർഡ് ലഭിക്കുന്നത്. 9 തവണ അദ്ദേഹം സ്റ്റേറ്റ് അവാർഡ് നേടി. മലയാള സിനിമയിൽ നിന്നും ഒരു നടൻ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് വാങ്ങുന്നത് ഇതാദ്യമാണ്. അല്ലെങ്കിൽ 2 മലയാളികളാണ് ആകപ്പാടെ ഇതുവരെ ഈ 54 വർഷത്തിനിടയിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മലയാളത്തിന് കൊണ്ടുവന്ന. ഒന്ന് അടൂരും പിന്നൊന്ന് മോഹൻലാലും. അത് കാലത്തിൻ്റെ ഒരു നീതിയാണെന്ന് ഞാൻ പറയും. കാരണം ഗുണ്ടാ ലുക്കുള്ള അഭിനേതാവായതിനാലാണ് തൻ്റെ സിനിമകളിലേക്ക് മോഹൻലാലിനെ വിളിക്കാത്തതെന്ന് പറഞ്ഞ അടൂരിൻ്റെ പിന്നാലെ മോഹൻലാലിന് തന്നെ ഫാൽക്കെ അവാർഡ് ലഭിച്ചത് തീർച്ചയായിട്ടും കാലത്തിൻ്റെ നീതിയാണെന്ന് ഞാൻ പറയും. ചില സന്ദർഭങ്ങളിൽ അടൂർ ഇതുപോലുള്ള വിവരക്കേടുകൾ പറയും. മോഹൻലാലിനെ കണ്ട ഈ ഗുണ്ടാ പടങ്ങൾ ചെയ്തത് മോഹൻലാലിനൊരു ഗുണ്ട ഇമേജാണെന്ന് ആലോചിക്കുക. അപ്പോൾ ഈ ബലാത്സംഗം ചെയ്യുന്നവരെയൊക്കെ കാണുമ്പോൾ പുള്ളിക്ക് എന്ത് തോന്നുമെന്തോ, TG രവിയെയും ബാലങ്കി നായരെയൊക്കെ കാണുമ്പോൾ പുള്ളിക്ക് എന്ത് വികാരമാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും അടൂരിന് കിട്ടിയ അവാർഡ് മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം നേടിയെന്നുള്ളതാണ്. 21 വർഷത്തിന് ശേഷം അത് സാധിച്ചതും കൂടി നമ്മളിവിടെ ഓർക്കണം. 2004 അടൂരിന് ഫാൽക്കെ അവാർഡ് നൽകിയത്. നടൻ മാത്രമല്ലല്ലോ മോഹൻലാൽ, നിർമ്മാതാവും വിതരണക്കാരനും കഥാകൃത്തും സംവിധായകനും ഗായകനും ഒക്കെയല്ലേ. സമഗ്ര സംഭാവന എന്ന പട്ടികയിൽ 100% അർഹനാണ് മോഹൻലാൽ. ഒരു അഭിനേതാവിനെ പറ്റി നാട്യ ശാസ്ത്രക്കാരൻ ഭരതമുനി പറഞ്ഞിരിക്കുന്നത് 4 തരംതിരിച്ചുകൊണ്ടാണ്. ആംഗികം, വാചികം, ആഹാര്യം, സ്വാധികം എന്ന 4 ഘടകങ്ങൾ ചേരുന്നവനാണ് നല്ല നടനെന്നാണ് ഭരതമുനി പറഞ്ഞത്. ആംഗികം എന്ന് പറഞ്ഞാൽ ശരീരഭാഷ, വാചികം എന്ന് പറഞ്ഞാൽ സംഭാഷണ രീതി, ആഹാര്യം എന്നാൽ അയാൾ ധരിക്കുന്ന കഥാപാത്രത്തിന് വേണ്ടി ധരിക്കുന്ന വേഷവിധാനങ്ങൾ. ഇത് 3 ചേർന്നാൽ അഭിനയത്തിൻ്റെ പൂർണ്ണതയായി എന്നാണ് ഭരതമുനി പറഞ്ഞിട്ടുള്ളത്. 4ാമത്തെ സ്വാത്വികം എന്നാൽ അതിലേക്ക് ആഴ്ന്നിറങ്ങുന്നവൻ അതുല്യനായിരിക്കും. തന്മയീ ഭാവത്തെയാണ് സ്വാത്വികം എന്ന് പറയുന്നത്. അഭിനയത്തിൻ്റെ എല്ലാ അംഗങ്ങളുടെയും തന്മയിപ്പിക്കുക, കഥാപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുക, ഈ കഥാപാത്രമായി ജീവിക്കുക, അതാണ് സ്വാത്വികം. ശരിക്കും അർത്ഥം പറഞ്ഞാൽ പരകായ പ്രവേശം. വിചാരിക്കാതെ കിട്ടിയ ഒരടിയിൽ സന്ദീപ് ബാലകൃഷ്ണൻ വെട്ടിയിട്ട പോലെ നിലത്തേക്ക് വീഴുമല്ലോ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സത്യനന്ദിക്കാരൻ്റെ പടത്തിൽ. അറിയാതെ ഒരു അടി കിട്ടിയപ്പോഴാണ് വീണത്. അയാൾ ഒരു പടിക്കെട്ടിൽ അടിച്ചു വീഴു, നട്ടലിന് പരിക്ക് പറ്റി.
ചികിത്സയ്ക്കായി വിശദമായി ചികിത്സിക്കാനായിട്ട് മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആ ഡോക്ടർ വിശദമായി തന്നെ സന്ദീപിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നമ്മുടെ പ്രേക്ഷകർ എത്ര ശ്രദ്ധിച്ചു എന്നെനിക്കറിയില്ല. സത്യേട്ടൻ എത്ര തവണ മോഹൻലാലിനെ ഓർമ്മിപ്പിച്ചു എന്നും എനിക്കറിയില്ല. പിന്നീടുള്ള ഓരോ സീനിലും, ആ വീഴ്ചയ്ക്ക് ശേഷമുള്ള ഓരോ സീനിലും സന്ദീപ് മേനോൻ തൻ്റെ ലിമിറ്റേഷൻ ആരും അറിയാതെ ശ്രദ്ധിക്കുന്നത് നമ്മൾ ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ചെറു വേദന വരുമ്പോൾ അയാൾ കടിച്ചമർത്തുന്ന നൊമ്പരത്തിൻ്റെ ചെറു കണികൾ ചിത്രം തീരും വരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് മോഹൻലാൽ ഹൃദയപൂർവ്വത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നടക്കുമ്പോൾ, നിൽക്കുമ്പോൾ, പടിക്കെട്ട് കയറുമ്പോഴൊക്കെ ആ നട്ടലിനുള്ള പ്രോബ്ലം ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന രീതിയിലാണ് ഹൃദയപൂർവ്വത്തിൽ മോഹൻലാൽ അഭിനയിച്ചത്. അൽഷിമേഴ്സ് ബാധിച്ച എത്ര പേരെ മോഹൻലാൽ എന്ന പ്രതിഭ കണ്ടു, അവരെ കണ്ട് എത്രയൊക്കെയാണ് പഠിച്ചത് എന്ന് എനിക്കറിയില്ല. പതിയെ രോഗം കടന്നു പിടിക്കുന്ന രമേശൻ നായർ ഓരോ അവസ്ഥയിലും നമ്മുടെ കണ്ണുകളെ നമ്മളറിയാതെ നനച്ചിരുന്നു എന്നുള്ളതാണ് തന്മാത്രയുടെ വിജയം. ഇതായിരിക്കണം ഭരതമുനി പറഞ്ഞു തന്ന സ്വാധികം. അഭിനയത്തിൻ്റെ പൂർണ്ണതയും കടന്ന് അഭിനയത്തിൻ്റെ കഥാപാത്രമായി ജീവിക്കുക. ജോർജ് കുട്ടിയെ സഹദേവൻ എന്ന് പറഞ്ഞ പോലീസുകാരൻ തല്ലിച്ചതയ്ക്കുമ്പോൾ നമുക്കുണ്ടായ നൊമ്പരം പാപനാശത്തിൽ സ്വയംഭൂവിനെ തല്ലുമ്പോൾ തോന്നാത്തത് കമൽഹാസൻ മോശം നടൻ ആയതുകൊണ്ടല്ല, സ്വാധികം ലാലിനോളം ഇല്ലാതെ പോയതുകൊണ്ടാണ് എന്ന് ഞാൻ പറയും. ഇങ്ങനെ വേണമെങ്കിൽ മോഹൻലാലിൻ്റെ ഓരോ കഥാപാത്രങ്ങളും എടുത്ത് നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റും. എന്തായാലും അർഹതപ്പെട്ട ഒരു കയ്യിൽ തന്നെയാണ് 55ാമത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് എത്തിയിരിക്കുന്നത്. മലയാളിക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. ഇപ്പോൾ അദ്ദേഹം അവാർഡൊക്കെ വാങ്ങി ഹോട്ടലിൽ വന്ന് കാണും. പ്രിയപ്പെട്ട ലാലേട്ട, ഇനിയും നിങ്ങൾക്ക് ഒരുപാട് അംഗങ്ങൾക്ക് ബാല്യമുണ്ട്. എനിക്ക് പറയാനുള്ളത്, താങ്കൾ തുടരും എന്ന് പറഞ്ഞ സിനിമയിൽ തുടങ്ങിയ അഭിനയ രീതി അല്ലെങ്കിൽ സെലക്ഷൻ, സിനിമ സെലക്ഷൻ ഇനിയും തുടരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഹൃദയപൂർവ്വം പോലുള്ള, തുടരും പോലുള്ള മലയാളി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന സിനിമകളാണ് ഇനി നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാനെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ലാലേട്ടന് 55ാമത് കൊടുക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ, സിനിമാക്കാർ കൊടുക്കുന്ന പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയതിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാം. അദ്ദേഹം പറയുന്നു, ഞാൻ ചെയ്ത പുണ്യം കൊണ്ടായിരിക്കാം രോഗഗ്രസ്തയായി കിടക്കുന്ന എൻ്റെ അമ്മയോട് ചെന്ന് എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമാക്കാർ കൊടുക്കുന്ന അവാർഡ് പുരസ്കാരം കിട്ടിയെന്ന് പറയാനും അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാനും കഴിഞ്ഞു എന്ന് പറയുന്നു. അതുപോലെ അമ്മ സംസാരിക്കുന്നത് എനിക്ക് മാത്രമേ മനസ്സിലാവൂ, അല്ലെങ്കിൽ ഞങ്ങൾ സ്ഥിരം അമ്മയെ കാണുന്നവർക്കേ മനസ്സിലാവൂ. ആ അമ്മയോട് ചെന്ന് പറയാൻ കഴിഞ്ഞതാണ് എൻ്റെ ഭാഗ്യം എന്ന് മനസ്സ് തുറന്നൊരു മകൻ പറയുമ്പോൾ അയാളെ കൂടെ നിൽക്കാനാണ് നമുക്ക് കഴിയുന്നത്. പ്രിയപ്പെട്ട ലാലേട്ടന് ഇനിയും ഒരുപാട് അവാർഡുകളും പുരസ്കാരങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ കിട്ടി ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാനായി ഈ ലോകത്തുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. दादा साहेब फाल्के पुरस्कार का सम्मान प्राप्त कर रहे हैं विख्यात एवं प्रतिष्ठित अभिनेता, 5 बार राष्ट्रीय फिल्म पुरस्कार विजेता, पद्म भूषण एवं पद्मश्री से सम्मानित श्री मोहनलाल जी। भारतीय सिनेमा में आपके अतुल्य योगदान के प्रति सम्मान है दादा साहेब फाल्के लाइफ टाइम अचीवमेंट पुरस्कार। Legendary actor, director and producer Shri Mohan Lal is being honored with Dada Saheb Phalke Award for the year 2023 in the 71st National Awards for his unparalleled contribution to Indian cinema. Best known for his work in Malayalam cinema, Mohan Lal, widely referred to as the complete actor, has appeared, ladies and gentlemen, in over 360 films across a career spanning almost 5 decades, delivering landmark performances in films such as Bharatam, Vanaprastham, Drishyam and more. I request Honorable President to please come forward, ma'am, to deliver the award, and I invite on stage iconic actor Shri Mohan Lal. करतल ध्वनि के साथ स्वागत करें पद्मश्री पद्म भूषण से सम्मानित हर दिल अजीज विलक्षण अभिनय प्रतिभा के धनी श्री मोहन लाल जी का। ये सम्मान श्री मोहन लाल जी को उनके शानदार योगदान
अद्भुत अभिनय और कला के लिए दिया जा रहा है, जिन्होंने सिनेमा को नया रूप दिया, कई कलाकारों को प्रेरित किया और खुद को एक महान कलाकार के रूप में साबित किया। Shri Mohan Lal being recognized for his monumental contributions, unparalleled versatility, artistry that have profoundly shaped narrative cinema, inspired generations of artists, cemented his legacy as a cultural phenomena, and a great master of his craft. श्री मोहनलाल जी को दादा साहेब फाल्के लाइफ टाइम अचीवमेंट पुरस्कार की ढेरों बधाई। Thank you, Honorable President and distinguished guests. Many congratulations, Shri Mohan Lal. Ladies and gentlemen, we now play a short film that takes us through the life and times of the icon of Indian cinema, Mohan Lal. Rashtrapati Srimati Draupadi Murmu, respected Minister for Information and Broadcasting, Sri Ashwini Vaishnav ji, esteemed dignitaries, cherished colleagues from the film fraternity, ladies and gentlemen. It's with profound pride and gratitude that I stand before you today, having received the prestigious Dada Saheb Phalke Award, an honor instituted by the Government of India in the name of the revered father of Indian cinema. As a representative of the Malayalam film industry, I am deeply humbled to be the youngest recipient and only the second ever from the state to be bestowed with this national recognition. This moment is not mine alone. It belongs to the entire Malayalam cinema fraternity. I see this award as a collective tribute to our industry, legacy, creativity, and resilience. When I first received the news from the center, I was overwhelmed not merely by the honor, but by the privilege of being chosen to carry forward the voice of our cinematic tradition. I believe this is a destiny's gentle hand, allowing me to accept this award on behalf of all those who have shaped Malayalam cinema with their vision and artistry. To be honest, I never dared to dream of this moment, not even in my wildest dreams. And so this is not a dream come true. This is something far greater. It's magical. It's sacred. It roots me more deeply in gratitude and responsibility. I accept this award as the blessing of my forerunners, the legendary masters of Malayalam cinema, past and present. I dedicate it to them, to the vibrant Malayalam film industry, and to the discerning, intelligent audience of Kerala who have nurtured our art with love and insight. As Kumaran Ashan, the great poet, reformer, and philosopher once wrote in Veena-Poovu, Chidayilazhnu poyathu mallu chiramanoharamaya poovidu. This flower did not merely fall into the dust. It lived a life of beauty. Let this moment be a tribute to all those who bloomed with brilliance and faded with grace, leaving behind a fragrance that continues to inspire. As an actor and film personality, this honor strengthens my resolve. It deepens my commitment to cinema, and I pledge to continue my journey with renewed sincerity, passion, and purpose. In closing, I extend my heartfelt thanks to the Government of India, Honorable Rashtrapati Ji, Honorable Prime Minister Sri Narendra Modi Ji, the Ministry of Information and Broadcasting, and the esteemed members of the jury who found me worthy of this accolade. Ende Atmavinte Spandanamana cinema. Cinema is the heartbeat of my soul. Jai Hind.
बहुत बहुत धन्यवाद। अति सम्माननीय श्री मोहनलाल जी, आपके हृदय स्पर्शी उद्गारों के लिए आपका हार्दिक आभार। आपको दादा साहेब फाल्के लाइफ टाइम अचीवमेंट पुरस्कार के लिए ढेरों शुभकामनाएं। भारतीय सिनेमा में आपका योगदान सदैव स्मरण किया जाता रहेगा। और अब माननीय राष्ट्रपति श्रीमती द्रौपदी मुर्मू जी से मैं सादर अनुरोध करती हूं कि कृपया आज के सुअवसर पर अपने आशीर्वचनों से हमें प्रेरित करें, हमारा मार्गदर्शन करें। माननीय राष्ट्रपति श्रीमती द्रौपदी मुर्मू। इस समारोह में उपस्थित सूचना एवं प्रसारण मंत्री श्री अश्विनी वैष्णव जी, भारत सरकार के वरिष्ठ अधिकारीगण, निर्णायक मंडल के अध्यक्षगण तथा सदस्यगण, गणमान्य अतिथियों, देवियों और स्वजनों, सभी को नमस्कार। मैं आज के सभी पुरस्कार विजेताओं को हार्दिक बधाई देती हूँ। मोहनलाल जी को दादा साहेब फाल्के पुरस्कार से सम्मानित किए जाने पर मैं उन्हें बहुत बहुत बधाई देती हूँ। उन्होंने कमल से कोमलतम और कठोर से कठोरतम भावों को सहजता से प्रस्तुत किया है और द कंप्लीट एक्टर की उनकी छवि बनी है। मुझे ये जानकर सुखद आश्चर्य हुआ है कि उन्होंने महाभारत के चरित्र कर्ण पर आधारित एक लंबे संस्कृत नाटक कर्णभारम में कर्ण भूमिका निभाई है। एक तरफ उनकी वानप्रस्थम जैसी गंभीर फिल्म है तो दूसरी तरफ अनेक अत्यंत लोकप्रिय फिल्में हैं। मुझे जानकारी मिली है कि मोहनलाल जी के पुरस्कार की घोषणा होने पर लोगों में खुशी की लहर दौड़ गई। ये इस बात का प्रमाण है कि उन्होंने अनगिनत दर्शकों के दिल में अपनी जगह बनाई है। देवियों और स्वजनों, जहां विश्व के सबसे बड़े फिल्म उद्योग के उत्कृष्ट प्रतिनिधि उपस्थित है, आप सबसे अधिक प्रभावी और लोकप्रिय कला माध्यम से द्वारा विश्व के सबसे बड़े लोकतंत्र तथा सबसे अधिक विविधतापूर्ण समाज का परिचय करता है। हम कह सकते हैं कि इस सभागार में आप सबके जरिए पूरे भारत के स्वरूप दिखाई दे रही है। हर वर्ष राष्ट्रीय फिल्म पुरस्कार समारोह में आने से पहले मुझ में ये जिज्ञासा भी रहती है और उत्साह भी रहता है कि इतने मेहनत से जो फिल्म बनाया गया है उनमें क्या दिखाया गया है, कैसे दिखाया गया है और किस उद्देश्य से दिखाया गया है। मुझे ये जानकर खुशी होती है कि सिनेमा से जुड़े सभी लोगों के एक भारतीय चेतना है, इंडियन सेंसिटिविटी है, जो सभी स्थानीय सदस्यों को भी जुड़ते हैं। जैसे अनेक भाषाओं में भारतीय साहित्य की रचना होती है, ऐसे ही अनेक भाषाओं, बोलियों, क्षेत्रों और स्थानीय परिवेशों में भारतीय सिनेमा विकसित हो रही है। हमारी फिल्में स्थानीय होने के साथ साथ राष्ट्रीय भी है। देवियों और स्वजनों, महिलाओं पर केंद्रित अच्छी फिल्में बन रही है और पुरस्कृत भी हो रही है। ये बहुत अच्छा सामाजिक संकेत है। हम सभी देखते हैं कि महिलाएं किसी न किसी स्तर पर पॉवर्टी, पैट्रियार्ची या प्रिजुडियस से जूझते हैं। आज पुरस्कृत फिल्मों में माताओं द्वारा बच्चों के नैतिक निर्माण की कहानी, सामाजिक रूढ़ियों का सामना करने के लिए महिलाओं का एकजुट होना, घर, परिवार और सामाजिक व्यवस्था की जटिलता के बीच महिलाओं की स्थिति तथा पैट्रियार्ची की विशेषताओं के विरुद्ध आवाज उठाने वाली साहसी महिलाओं की कहानियों पर आधारित फिल्में शामिल हैं। मैं देश की सभी बहनों और बेटियों की तरफ से ऐसे संवेदनशील फिल्मकारों को साधुवाद देती हूँ। मैं अपना अनुभव और अनुरोध दोहराती हूँ कि जिस तरफ
शिक्षण संस्थानों के पुरस्कार समारोह में विजेता बेटियों की संख्या अधिक होने में विकसित भारत की झलक दिखाई देती है, वही प्रयास फिल्म पुरस्कार में भी होना चाहिए। मैं मानती हूँ कि समान अवसर मिलने पर महिलाओं ये असाधारण प्रदर्शन कर सकते हैं। कला और सिनेमा जैसे क्षेत्र में भी उनकी सहज प्रतिभा के अनेक उदाहरण देखने को मिलते हैं। फिल्म से जुड़ी ऐसी उत्कृष्ट महिला प्रतिभाओं को पर्याप्त मान्यता मिलनी चाहिए। जूरी के सेंट्रल पैनल और रीजनल पैनल्स में भी महिलाओं का समुचित प्रतिनिधित्व होना चाहिए। इस बात पर जितना भी जोर दिया जाए वो कम है कि सिनेमा केवल उद्योग नहीं है और समाज और देश को जागरूक बनाने का तथा देशवासियों को अधिक संवेदनशील बनाने का शक्तिशाली माध्यम भी है। लोकप्रिय होना किसी फिल्म के लिए अच्छी बात है, हो सकती है, लेकिन लोकहित में होना, विशेषकर युवा पीढ़ी के हित में होना और भी अच्छी बात है। एक फिल्म को बनाने में बहुत से लोग कठिन परिश्रम करते हैं। मैं पुरस्कार विजेताओं से अनुरोध करती हूं कि वे अपनी टीम के प्रत्येक सदस्यों को, सेट पर काम करने वाले श्रमिक भाई बहनों तक मेरी बधाई पहुंचाएं। आपकी सफलता में उन सबका योगदान रहता है। उनके प्रति सम्मान और संवेदनशीलता का भाव रखना फिल्म उद्योग के वर्क कल्चर का हिस्सा होना चाहिए। आज के पुरस्कार विजेताओं में एक तरफ जाने माने स्टार एक्टर्स और फिल्म मेकर्स है, तो दूसरी तरफ टैलेंटेड यूथ है। मैं आप सभी को फिर से बधाई देती हूँ। युवा प्रतिभाओं में संवेदनशीलता और जागरूकता देखकर भारत के सुदृढ़ भविष्य के प्रति आस्था मजबूत होती है। देवियों और स्वजनों, बच्चों पर, विशेषकर बेटियों पर केंद्रित फिल्मों को प्रोत्साहित करने के लिए मैं इस पुरस्कार समारोह से जुड़े लोगों की सराहना करती हूँ। आज 6 बाल कलाकारों को पुरस्कार दिए गए हैं। मैं आप सभी प्रतिभाशाली बच्चों को ढेर सारा आशीर्वाद देती हूँ। गांधी ताता चेट्टू नामक तेलुगु फिल्म में एक छोटी सी बच्ची एक पेड़ को बचाने के लिए सत्याग्रह आंदोलन का नेतृत्व करते हैं। ऐसी कहानियों बच्चों में तथा पूरी समाज में अच्छे जीवन मूल्यों तथा पर्यावरण के प्रति जागरूकता का संचार करता है। इस वर्ष सर्वश्रेष्ठ मराठी फिल्म का पुरस्कार एक प्रसिद्ध उपन्यास पर आधारित सामची आई नामक फिल्म को दिया गया है। 81 वर्ष पहले वर्ष 1954 में आयोजित फर्स्ट नेशनल फिल्म अवार्ड में उसी उपन्यास पर आधारित सामची आई नाम की ही एक मराठी फिल्म को ऑल इंडिया बेस्ट फीचर फिल्म का पुरस्कार प्रदान किया गया था। उस उपन्यास में एक माँ अपने बच्चों को जीवन के आदर्श सिखाती है, अपनी करुणा और स्नेह से उसके व्यक्तित्व को बनाती है। ऐसी कहानी पर आधारित 2 फिल्मों को 8 दशकों से अंतराल पर राष्ट्रीय फिल्म पुरस्कार से सम्मानित किया गया है। इससे ये स्पष्ट होता है कि पिछले 80 वर्षों में फिल्म बनाने की टेक्नोलॉजी और तरीका भले ही पूरी तरह बदल गए हैं, लेकिन माँ की ममता और मानवता के संदेश की ताकत अपनी ही प्रभावी है। परिवार से जुड़े भावनाएं भारतीय फिल्मों में पूरी तरह जीवंत है। फिल्म उद्योग से जुड़े सभी लोगों को ये प्रयास करना चाहिए कि विश्व स्तर पर भारतीय फिल्मों को और अधिक स्वीकृति मिले, उनकी लोकप्रियता बढ़े तथा मान्यता और सम्मान भी मिले। मुझे विश्वास है कि फिल्म उद्योग से जुड़े सजग और प्रतिभाशाली लोग इस दिशा में अवश्य आगे बढ़ेंगे। इसी विश्वास के साथ मैं अपनी वाणी को विराम देती हूँ। धन्यवाद। जय हिंद, जय भारत।
Honorable President, thank you. Let us all rise now for the national anthem. जन गण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड़ उत्कल बंग विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंग तब शुभ नामे जागे तब शुभ आशीष मागे गाहे तब जय गाथा जन गण मंगल दायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय जय जय